കാലെല്ലാം നല്ല വൃത്തി വരച്ച് കഴുകിക്കോ. നാളെ അപ്പുണ്ണിയുടെ PTA മീറ്റിങ്ങിന് പോണ്ടതാ. അപ്പുണ്ണിയുടെ മീറ്റിംഗ്? PTA മീറ്റിംഗ് നീ അങ്ങോട്ട് പോയാ മതി. എനിക്ക് പോകാൻ പറ്റില്ല. എന്തേ? നാളെ ജില്ലാ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. നീ കൊച്ചിന്റെ പരിപാടി കഴിഞ്ഞിട്ട് തന്നെ പോയാൽ മതി. സർക്കാരിന് എന്തെങ്കിലും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടാവും, അത് ഞാൻ സൈൻ ചെയ്താലേ കിട്ടുള്ളൂ. ചിക്കിളിയുടെ കേസല്ലേ അത് കുടുംബശ്രീയിലെ ഓരോരോ ആവശ്യങ്ങൾക്ക് തരുന്നതാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് തരാനുള്ളതല്ല. എന്തോ ആയിക്കോട്ടെ, പൈസ ആയിട്ടുള്ളൊരു പരിപാടിയല്ലേ. നീ ധൈര്യമായിട്ട് പോക്കോളൂ. കുഞ്ഞിന്റെ PTA മീറ്റിങ്ങിന് ഞാൻ പോയിരിക്കും. ഇപ്പോഴെങ്കിലും ഒരു അച്ഛനായത്. ഇനി ഞാൻ നേരത്തെ തൊട്ടേ നല്ലൊരു അച്ഛനും ഭർത്താവും ഒക്കെയാണ്. നീ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നെ, അത്രേ ഉള്ളൂ. എനിക്ക് അതൊന്നും കാണുന്നില്ലല്ലോ. അതെ, ഈ വലിയ ശരീരമായതുകൊണ്ട് പുറത്ത് കാണാതെ പോയതാ. തിരിച്ചറിയാത്ത സ്നേഹം മനസ്സിന്റെ ഒരു വിങ്ങലാണ് കുട്ടി. ഞാൻ നാളെ രാവിലെ അങ്ങ് പോകും, ഉറപ്പായിട്ട് പോണോ കേട്ടോ. നീ ധൈര്യമായിട്ട് പോകൂ, എപ്പോഴെങ്കിലും വന്നാൽ മതി, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. 2000 രൂപയെങ്കിലും കിട്ടണം എന്റെ ഭഗവാനെ. ഇതെന്തിവിടെ എന്താടാ എന്റെ വീട് കുത്തിപ്പൊളിക്കുന്നോ? ഇവിടെ ഒരു പാഷനോട് തൈ നടാൻ വേണ്ടി അച്ഛമ്മ. ഇവിടെ നടാൻ പറ്റില്ല. അതെന്താ അച്ഛമ്മ, നല്ല കായെല്ലാം കിട്ടും. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ വീടൊരു ഹരിതഭംഗിയുള്ള വീടാക്കുമെന്ന് എന്റെ ഒരു മിഷൻ. നിന്റെ മിഷൻ വളർന്നിട്ടേ അതങ്ങ് പടന്ന് പന്തലിച്ച് അതിനകത്ത് നിറച്ച പുഴുക്കളാവും. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ ചൊറിഞ്ഞോണ്ടിരിക്കുക. പുഴുവൊന്നും വരത്തില്ല, ഞാൻ വളമൊക്കെ ഇട്ട് എല്ലാം അടിച്ച് ഞാൻ സെറ്റാക്കി നോക്കിക്കോളാം. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, ഞാൻ സമ്മതിക്കില്ല. അച്ഛമ്മ സപ്പോർട്ട് ചെയ്യ അച്ഛമ്മ. ഇനി കളച്ചാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവേ. വളർന്നിട്ട് തൂമ്പേക്കാൻ എന്താണോ? അല്ലെങ്കിൽ തന്നെ ചൊറിഞ്ഞു മനുഷ്യൻ ഇവിടെ ആകെ ചൊറിച്ചില്ല. അത് കുളിച്ചാൽ മാറിക്കോളും ചൊറിച്ചിലൊക്കെ. നിന്റെ അമ്മ അതാ പറയുന്നത്, കുളിച്ചാൽ മാറും. ഞാൻ ആന കുളിക്കുന്ന പോലെ എന്നും കുളിക്കാറുള്ള. അവളെങ്ങനെയാ മേക്കപ്പ് കൂട്ടില്? എന്താണെങ്കിലും അമ്മ ഞാൻ കളയായി കേട്ടോ. അവന്റെ അമ്മ പറഞ്ഞപ്പോ അങ്ങോട്ട് സഹിച്ചില്ല. എടുത്തോണ്ട് പോടാ നിന്നോടാ പറഞ്ഞാൻ. അവന്റെ കുഴിക്കാൻ വന്നിരിക്കുന്നു എന്റെ വീട് കുത്തിപ്പൊളിക്കാനായിട്ട്. കണ്ടു മക്കളും കൊണ്ട് ഒരു തള്ളയെ കൊണ്ട് പറ്റിയ ഒരു മകനെ എനിക്ക് കിട്ടി. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ്, അയ്യോ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. എന്നാളിയാ പ്രകാശി, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. എന്നാ? പെങ്ങടെ മകന്റെ പെണ്ണ് കാണല് മറ്റന്നാളാന്നല്ലേ ഞാൻ പറഞ്ഞത്? അതെ, അത് മാറിപ്പോയി, നാളെയാണ്. അതിനെന്താ കുഴപ്പമില്ലല്ലോ, നാളെയാണോ നാളെ ആവട്ടെ, നമുക്ക് അടിച്ചു വിളിക്കാതെ. കുഴപ്പമില്ല. അപ്പൊ രാവിലെ തന്നെ പ്രകാശ് വീട്ടിലോട്ട് പോരെ, നമുക്ക് കൊല്ലം വരെ പോകണല്ലേ. ഡൺ, ധൈര്യമായിട്ട് പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, എല്ലാം പറഞ്ഞ പോലെ. എന്താണ് എന്താ പറഞ്ഞ് ഞാൻ ഏറ്റു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നാളെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നാളെ എന്ത് പ്രശ്നം? നാളെ നമ്മുടെ അപ്പുണ്ണി ഇല്ലേ, അവന്റെ സ്കൂളിലെ PTA മീറ്റിംഗാ. അതിന് ചേച്ചീനെ പറഞ്ഞൂടെ? അയാളെ അത് ചേച്ചി ശരിയാവത്തില്ല, ചേച്ചിക്ക് വേറൊരു കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാനിത് കയറി ഏറ്റന്നേ. അപ്പുണ്ണിക്ക് ഇനിയും PTA മീറ്റിംഗ് വരുമല്ലോ. പെങ്ങടെ മോന്റെ പെണ്ണ് കാണാന്ന് പറഞ്ഞാൽ നാളെ ഒരു ദിവസമല്ലേ ഉള്ളൂ. ഇത് അതുകൊണ്ടല്ലെന്ന്, ഞാൻ അവിടെ പുഷ്പയെടുക്ക് ഏറ്റുപോയി, കുടുംബകാലം ഉണ്ട് അവിടെ ഇറക്കാ. എന്റെ പ്രകാശം, നിങ്ങൾക്ക് വേണ്ടി വണ്ടിയിൽ ഒരു സീറ്റ് ഞാൻ ഒഴിവാക്കിയിട്ടേക്കുവാണ്. അത് വല്ല കിളവന്മാര് വല്ല അമ്മാവനെ അമ്മായി പിടിച്ച് തിരുത്ത്. അമ്മാവനും അമ്മായിയൊക്കെ നിങ്ങൾക്ക് പകരാവോ പ്രകാശ്? നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം വെച്ചാണ് ഞാൻ ഈ പറയണത്. ബാക്കിയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു. എന്താണ്? നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം തെറ്റിക്കണ്ട. ഉറപ്പിച്ചാ? ഞാൻ വരാം. അമ്മ ചിയേഴ്സ്. ചിയേഴ്സ്. പുഷ്പേ, നാളത്തെ നിന്റെ കുടുംബശ്രീ പരിപാടി ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. എന്താ? അവന്റെ അപ്പുണ്ണിയുടെ PTA മീറ്റിങ്ങിന് നീ പോകേണ്ടി വരും. അല്ല, നിങ്ങളല്ലേ എന്നോട് കുറച്ചു നേരത്തെ ഞാൻ പോവാന്ന് പറഞ്ഞത്? അത് അന്നേരം ഞാൻ സമ്മതിച്ചു, പക്ഷെ ഇപ്പൊ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? അല്ല, അത് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല, അന്നേരം ഞാനത് സമ്മതിച്ചെങ്കിലും എനിക്കിപ്പോ വേറൊരു ആവശ്യമുണ്ട്. എന്താ? അപ്പൂനെക്കാട്ടി വലിയ ആവശ്യം എന്താ? അത് തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. അപ്പുണ്ണിയേക്കാളും വലുതാണോ നിനക്ക് നിന്റെ കുടുംബശ്രീയൊക്കെ? അല്ല, എനിക്ക് എന്റെ മോൻ തന്നെയാ വലുത്. ഉറപ്പാണേ? അത് ഉറപ്പാണ്. നീ നാളെ PTA മീറ്റിങ്ങിന് പോകും. ഞാൻ പോവാം, പക്ഷെ നിങ്ങളും എന്റെ കൂടെ വരണം. അയ്യോ, എനിക്ക് പറ്റത്തില്ല. എന്തേ? അതല്ലേ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത്, എന്താ പ്രശ്നം? നമ്മുടെ വേണുക്കുട്ടന്റെ പെങ്ങളുടെ മകന്റെ. നമ്മുടെ വേണുക്കുട്ടനല്ല, നിങ്ങളുടെ. ബാക്കി പറ.
അവന്റെ പെങ്ങളുടെ മകന്റെ പിന്നെ പെണ്ണ് കാണാൻ ചടങ്ങാ. ഞാൻ ചെല്ലാൻ നേരത്തെ ഏറ്റുപോയതാ. നീ മറന്നുപോയി. നീ ഡേറ്റിലായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി അവൻ ഊച്ചാളി വേണുകുട്ടനെ എല്ലാത്തിനും കാരണം. നീ എന്നെ കുറ്റം പറഞ്ഞോ? അവനെ കുറ്റം പറയല്ലേ? ഞാൻ പറയും. അവന്റെ ഒരു കോമാളി മീശയും ഒരു കള്ളച്ചിരിയും. വേണ്ട, അത് വേണ്ട, അത് വിട്ടുപിടി. എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അവനോട് ഫോൺ ചെയ്ത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അവനെ വല്ലതും വിളിച്ചു പറഞ്ഞാൽ വിവരം അറിയും. എന്നാ വിവരം അറിയിക്കാൻ നിങ്ങൾ എന്റെ പിറകെ ഇങ്ങ് വാ, അതാ നല്ലത്. ആ